5 lakh കിട്ടി. അപ്പൊ നാളെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ വാസവന് സേക്രട്ട് ഹാർട്ട് സ്കൂളിലാണ് പഠിച്ച തലശ്ശേരി. ആ അപ്പൊ എഴുതി വെച്ചു ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയി. ഉം, അന്ന് തുടങ്ങി ഞാൻ ഓരോ കാര്യത്തിനും എഴുതി വെക്കും. ഉം. അതുപോലെ എന്റെ മാരേജ്, എന്റെ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യം, വീടുണ്ടാവുന്ന കാര്യം, ലാസ്റ്റ് കിയ കാർ വാങ്ങിക്കണ കാര്യം. കിയ നല്ല കാറാണ്, 7 സീറ്റർ കിയ. അത് എഴുതി വെച്ചു. അതും ഒരാഴ്ച നടന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പച്ചമനുഷ്യൻ കൊണ്ട് എഴുതി നടക്കാറുണ്ട് എനിക്ക്. ആ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ ഹാ ഹാ ഉം. ഇത് വേണം പുള്ളിക്കാരിക്ക്. എല്ലാവരും ആ ടിക്കറ്റ് എന്തായിരുന്നു, ലക്കി ഡ്രോയോ? ആ മറ്റേ ദുബായിലെ ലക്കി ഡ്രോ ആ 24 lakhs ആ 24 lakhs അവിടുത്തെ നമ്മൾ എലൈറ്റ് മാച്ചിൽ 1 lakh. ആ പങ്കെടുക്കുന്നില്ല. അതന്നെ. ഉം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 11 മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ 11 പോർട്ടൽ മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടൂളായിട്ടാണ് ഈ ഒരു 11 പോർട്ടൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. ഏഞ്ചൽ നമ്പേഴ്സിൽ 11 എന്ന് പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുന്നതിന് മുൻപായി നമുക്ക് യൂണിവേഴ്സ് നൽകുന്ന സൈനായിട്ടാണ് ഈ ഒരു നമ്പറിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പെർസ്പെക്റ്റീവിലാണ് പറയുന്നത്. അന്നേരം പലരുടെ ലൈഫിലും മിറാക്കിൾസ് കൊണ്ടുവന്ന ഒരു കാര്യമാണ് 11 മാനിഫെസ്റ്റേഷൻ. ഇതിൽ നിങ്ങൾ ഇതേപോലെ തന്നെയുള്ള 11 മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ച് നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്. നിങ്ങൾ ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടോ? ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞാൽ 11 തവണ 11 ദിവസം എഴുതി വെച്ചിട്ട് ആഗ്രഹങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, എന്താണ് നടന്നത്? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം. ഞാൻ രാജലക്ഷ്മി. ഞാൻ പലർക്കും പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് നടന്നിട്ടുണ്ട്. ഞാനൊരു അസ്ട്രോളജറാണ്. ഉം. പറഞ്ഞു കൊടുത്തിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. എന്താണ് നടന്നത്? ഒരു ഒരാൾക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു. പൈസ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ് കിട്ടാനുണ്ടായിരുന്നു. അപ്പൊ അവര് എന്റെ അടുത്തുനിന്ന് കരഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്തു നോക്കൂ. ഈ 1-ാം തീയതിക്ക് മുമ്പാ വന്നത്. അപ്പൊ ആ ചെയ്തു നോക്കൂ. പക്ഷെ അവര് വിളിച്ചു പറഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. കുറച്ച് പൈസ കിട്ടി അവർക്ക്. 5 lakh കിട്ടി. അപ്പൊ നാളെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരു ഇന്റർവ്യൂസിൽ വന്നിരുന്നോ ഒരു മുന്നേ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് വന്നത്. ഓക്കെ. വേറെ ചാനൽസ് ഇന്റർവ്യൂസിന് പോകാറുണ്ടോ? ഞാൻ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ചാനലുണ്ട്. ABC-ലുണ്ട്, ആ ബാക്ക് എ മീഡിയ. ബി സി ഞാൻ എ ബി സിയിലായിരുന്നു, മാഡത്തെ കണ്ടിരുന്നു, വീഡിയോസ് അതെ, കണ്ടിരുന്നു. ABC ഉണ്ടായിരുന്നല്ലേ? ആ ABC, ബാക്ക് മീഡിയ. അതെ അതെ അതെ. ഓക്കെ, ഞാൻ ബ്രഹ്മ ന്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വീഡിയോസിലും കണ്ടേ. നല്ല ഇന്റർവ്യൂവും കാര്യങ്ങളാണ്. പെട്ടെന്ന് എനിക്ക് സ്വന്തമായിട്ട് ഇപ്പൊ ഒരെണ്ണമുണ്ട്. സ്വന്തമായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സന്തോഷം സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ. ഞാൻ റേക്കി മാസ്റ്ററും കൂടിയാണ്. അപ്പൊ അതുകൊണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ റേക്കിയിലുള്ളതാണല്ലോ. അതെ അതെ, റേക്കിയിലാണ് ഏഞ്ചൽ നമ്പേഴ്സിന്. ഞാൻ റേക്കി ബേസിക് ലെവൽ കഴിഞ്ഞ റേക്കി പ്രാണിക് ഹീലിംഗിൽ. അതെ. ഓക്കെ ഓക്കെ. ഓക്കെ, സന്തോഷം. പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം. അതെ, അതായത് ഞാൻ കാണാറുണ്ട്. പക്ഷെ എനിക്ക് കയറാൻ പറ്റാറില്ല. ഇന്നിപ്പോ ഞാൻ പെട്ടെന്ന് കിട്ടിയതാണ് അതെ, യാദൃശ്ചികമായിട്ട്. പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്താണ്. ഓക്കെ. ഇതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് 11 മാനിഫെസ്റ്റേഷൻ തന്നെയാണല്ല. ജസ്റ്റ് നമ്മൾ എപ്പോഴും ഫ്രീ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ എന്ത് മിറാക്കിളാണ് കൊണ്ടുവന്നത് ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച്? എന്താണ് കൊണ്ടുവന്നത്? ജസ്റ്റ് ഷെയർ ചെയ്യാം. അൺമ്യൂട്ട് ചെയ്തിട്ട് ക്യാമറ ഓൺ ചെയ്തിട്ട് പറയാം. ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോ ഉം. എന്റെ അമ്മാവൻ ഇതുപോലെ തന്നെ ഒരു കുട്ടിയോട് പറഞ്ഞു പച്ച മഷി കൊണ്ട് എഴുതാൻ പറഞ്ഞു. ആ ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോ ഈ ബോൾ പെന്നൊന്നുമില്ല, ഇങ്ങനെ മഷി കൊഴിച്ച് എഴുതണം. ഉം. ഞാൻ എഴുതി വെച്ചു സ്കൂൾ ഫസ്റ്റ് ആയിട്ട് പാസ്. ഞാൻ സേക്രട്ട് ഹാർട്ട് സ്കൂളിലാണ് പഠിച്ച തലശ്ശേരി. ആ അപ്പൊ എഴുതി വെച്ചു ഞാൻ സ്കൂൾ ഫസ്റ്റ് ആയി. ഉം. അന്ന് തുടങ്ങി ഞാൻ ഓരോ കാര്യത്തിനും എഴുതി വെക്കും. ഉം. അതുപോലെ എന്റെ മാരേജ്, എന്റെ കുട്ടികൾ ഉണ്ടാവുന്ന കാര്യം, വീടുണ്ടാവുന്ന കാര്യം, ലാസ്റ്റ് കിയ കാർ വാങ്ങിക്കണ കാര്യം. കിയ നല്ല കാറാണ്, 7 സീറ്റർ കിയ. അത് എഴുതി വെച്ചു. അതും ഒരാഴ്ച നടന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പച്ചമനുഷ്യൻ കൊണ്ട് എഴുതി നടക്കാറുണ്ട് എനിക്ക്. അതൊക്കെ താങ്ക്സ് യൂണിവേഴ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. ഇനി വേറെ ആരാണ് ഇതേപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്തത്? ചിലപ്പോൾ അത് ഹോപ്പ് നോബ്നാവാം, 369 ആവാം, എന്തോ ആവട്ടെ. എന്റെ എന്നോടാണ് ചോദിച്ചത്. മാനിഫെസ്റ്റേഷന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ആ ഹാ ഹാ ഉം. ഇത് വേണം. പുള്ളിക്കാരിക്ക് എല്ലാവരും ആ ടിക്കറ്റ് എന്തായിരുന്നു, ലക്കി ഡ്രോയോ? ആ മറ്റേ ദുബായിലെ ലക്കി ഡ്രോ ആ 24 lakhs ആ 24 lakhs അവിടുത്തെ നമ്മൾ അലൈൻമെന്റ് മാച്ചിൽ 1 കണ്ടു. lakh ആണ്.
പങ്കെടുക്കുന്ന ആ വ്യക്തി. അതന്നെ. ഉം. ഓക്കെ ഓക്കെ. ഇപ്പം ബിസിനസ് നേരത്തെ ഞാൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ട്. പിന്നെ മോൾക്ക് ഒരു മുടി കൊഴിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ആ, അത് മുടിയൊക്കെ വരുമോന്ന് സംശയം ഉണ്ടായിരുന്നതാണ്. അത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അതെ അതെ, മുന്നേ ഷെയർ ചെയ്തിരുന്നു, ഓർക്കുന്നുണ്ട്. ഉം. ഓക്കെ. ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മൂന്ന് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നതിന് ശേഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, വേറെ ആരാണ് Thank ഉള്ളത് you. ഇതേപോലെ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്? നമ്മൾ ഇനി ഒരു 3 പേർക്കും കൂടി അവസരം, പിന്നെ ക്ലാസ്സിന് ശേഷമാണ് അവസരം കിട്ടുക. ഇതെന്താണെന്നറിയാം, നമ്മൾ പങ്കുവെക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതാണ് യൂണിവേഴ്സിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. നമ്മളെല്ലാം ഒതുക്കി 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 പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മളെ അറിവുകളായാലും നമ്മളെ എന്ത് തന്നെ ഒതുക്കി അത് നമ്മൾ ഒന്നും ഷെയർ ചെയ്യാതെ പല കുടുംബങ്ങളും പല പാരമ്പര്യമായിട്ടുള്ള പല കുടുംബങ്ങളും നശിക്കും. കാരണം ഇവർക്ക് ഇത്രയും അബണ്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സമ്പന്നമായിട്ടുള്ള അറിവുണ്ടാവും. ഇവർ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കും. അയ്യോ, ഈ അറിവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോകുമെന്ന രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അവരെ അറിവും പോവും, അവരെ ധനവും പോവും, അവരെ എല്ലാം തന്നെ പോവും. നമ്മളിത് പങ്കുവെക്കുന്നതനുസരിച്ച് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിൻ്റെ ഒരു നിയമം എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഷെയർ ചെയ്യണ്ടോ? നിങ്ങളുടെ ലൈഫിലെ ചെറുതോ വലുതോ ആവട്ടെ, ഷെയർ ചെയ്യാം. എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാല് ബൈക്ക് കാറ് ലൈസൻസ് ഉണ്ട്, ബൈക്ക് ലൈസൻസ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ലൈസൻസ് റോഡ് ടെസ്റ്റ് അല്ല, ലേണിംഗ് കഴിഞ്ഞു, റോഡ് ടെസ്റ്റിന് പോയിട്ട് പിന്നെ റോഡിലൂടെ ഓടിക്കുമ്പോൾ ജസ്റ്റ് വണ്ടി ഓഫായി പോയി. വണ്ടി മീൻസ് അവിടെ ഒരു ചളി പോലെ ഉണ്ട്, മഴക്കാലമായിരുന്നു, ഒരു ചളി പോലെ ഉണ്ടായിരുന്നു. വണ്ടി ഓഫായിട്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് പോയി. അപ്പൊ ഞാൻ ഓൾറെഡി കൺഫേം ചെയ്തു ഇത് എനിക്ക് ലൈസൻസ് തരൂല. അപ്പൊ ആ ഇൻസ്പെക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി ജസ്റ്റ് അവിടെ നിന്ന് ഓഫായില്ലേ, വണ്ടി ഓഫായില്ലേ. അവിടെ സാർ അവിടെ ഒരു ചെറിയ ചളി പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഓഫായതെന്നാണ്. അപ്പോ ആ ഇൻസ്പെക്ടർ ഓക്കെ ലൈസൻസിന്റെ അത് തന്നു, എനിക്ക് ലൈസൻസ് കിട്ടി. അത് ഭയങ്കര മിറാക്കിളായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് കിട്ടുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടി ഷെയർ ചെയ്യാം. ഇതേപോലെ ചെറുതോ വലുതോ ആയിട്ട് സ്റ്റോറി ജസ്റ്റ് ഒരാളും കൂടി അവസരം. ഹലോ, പറഞ്ഞോളൂ. ഞാൻ കുറെ ജോബിന്റെ കാര്യം ഞാൻ ഏട്ടനൊക്കെ കുറെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ജോബ് എനിക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ജോബ് മാറി, ഇപ്പൊ കുഴപ്പമില്ലാതിരിക്കണു. പിന്നെ ഒരു 500 രൂപ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് 500 രൂപ ലോട്ടറി അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ബാക്കിയുള്ള സക്സസ് സ്റ്റോറീസും കാര്യങ്ങളിലും നമ്മളെ ക്ലാസ്സിന് ശേഷം ഷെയർ ചെയ്യാം. ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇപ്പം അദ്ദേഹം നമ്മളെ മാഡം പറഞ്ഞതുപോലെ തന്നെ, അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ രാജേഷ്മി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീംസ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പച്ചമഷി പെന്ന്. പച്ചമഷി പെന്നിൻ്റെ നമ്മളെ ക്ലാസ്സിലെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്. പച്ചമഷി എന്ന് വെച്ചാൽ അബണ്ടൻസിൻ്റെ കളർ തെറാപ്പിയുള്ള ഒരു സിമ്പിളായിട്ടാണ് കരുതുന്നത്. ഇപ്പം ബെയിലി ഫിലിം നമ്മൾ പച്ചമഷി കൊണ്ട് എഴുതാം, 2 കപ്പ് മെത്തേഡ്, എന്ത് ഡ്രീമാണ് നമ്മൾ പച്ചമഷി പെന്നുണ്ട്. അത് മിക്കപ്പോഴും അബണ്ടൻറ്റ്, അതായത് പണം സമ്പത്തുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാകുക. റെഡ് കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പാണ്. ഇപ്പം റിലേഷൻഷിപ്പ് മാസ്റ്ററിയിലെല്ലാം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കും കാര്യങ്ങളും തന്നെ റെഡ് കളറാണ്. അങ്ങനെ ഓരോ കളേഴ്സിനും ഓരോരോ രീതിയിലുള്ള മാനിഫെസ്റ്റേഷന് ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കളർ തെറാപ്പി. ഓരോരോ സ്കൂൾ ഓഫ് തോട്ട്സ് ആണിത് എന്നുള്ള മനസ്സിലാക്കുക. അതായത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് ഇവിടെ ഇല്ല. ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യുക്തിക്ക് അതീതമാണ്. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് ഇതിൽ ഓരോരുത്തരോടും, നിങ്ങളുടെ ഡ്രീംസ് എങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ ക്വാളിഫിക്കേഷൻ നോക്കുക, നിങ്ങളെ ചുറ്റുപാടുകൾ നോക്കുക, നിങ്ങൾ വിശ്വസിക്കുകയാണ് എനിക്കത് നടക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഏത് ടെക്നിക്കും പലരും ചിന്തിക്കും, ചില ആൾക്കാർ മനസ്സിലാക്കും ഇതിലെന്താണ് സയൻറ്റിഫിക് പ്രൂഫ് ഉള്ളത്? ഇല്ല, സയൻറ്റിഫിക് പ്രൂഫ് ഒന്നുമില്ല. നിങ്ങളിപ്പം സക്സസ് ആകുന്ന ഓരോ വ്യക്തികൾക്കും ഒരു തെളിവുമില്ല. അവനവനിലുള്ള വിശ്വാസമാണ് മാനിഫെസ്റ്റേഷൻ സപ്പോർട്ട് ചെയ്യുന്നത്. അതാണ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നതും. ആ ഒരു ബ്യൂട്ടിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ട്രസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും എൻ്റെ യൂട്യൂബ് ചാനൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സക്സസ് സ്റ്റോറീസാണ്. ഇപ്പോഴും സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം നീതു, അതോടൊപ്പം തന്നെ ജയമോൾ അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ച 2 പേർക്ക് അബുദാബി ബിഗ് ടിക്കറ്റ് അടിച്ചിട്ടുണ്ട്. ലക്കി ഡ്രോ വേറെ 2 പേർക്ക് അടിച്ചിട്ടുണ്ട്. ആതിര എന്ന് പറഞ്ഞ വേറെ ആൾക്ക് അടിച്ചിട്ടുണ്ട്.
ഇതെല്ലാം നടക്കുന്ന എന്താണ്? അവരുള്ള ട്രസ്റ്റാണ്. ആ ഒരു ട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ ഏത് ടെക്നിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രക്ഷിതാക്കളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ കുടുംബദേവതകളോ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇന്നത്തെ ഒരു കാര്യമാണ് കുടുംബദേവതകൾ ഉണ്ടാവും, അവരെപ്പോഴും നമ്മൾ സങ്കല്പിക്കണം. ഇപ്പം നിങ്ങൾ വേറെ റിലീജിയൻ ആയിരിക്കാം, നിങ്ങൾ ക്രിസ്ത്യൻ ആയിരിക്കാം, ഇസ്ലാം ആയിരിക്കാം, ഹിന്ദു ആയിരിക്കാം, വാട്ടവർ, നിങ്ങളെ പൂർവികരെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർക്കുക. ജസ്റ്റ് അവരെ പേരോ നാളോ ഒന്നും തന്നെ ഓർമ്മയില്ല, ജസ്റ്റ് ഹൃദയത്തിൽ കൈവച്ചിട്ട് ഞാൻ എൻ്റെ പൂർവികരോട് നന്ദി പറയുന്നു. അവരുടെ ജനിതകമായ ഓർമ്മകളാണ് നമ്മളാക്കി മാറ്റുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഞാൻ ആർജിച്ചെടുത്ത അറിവുകളൊന്നും എൻ്റെതല്ല. എനിക്ക് എൻ്റെ പൂർവികർ വഴി കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ വഴി കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെ പലതിലൂടെയാണ് എനിക്ക് കിട്ടിയത്. അന്നേരം ആ ഒരു സമർപ്പണ ഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സ് സിമ്പിളായി മാറുക. അതേപോലെ തന്നെ ഞാൻ ഇപ്പം പറഞ്ഞു പൂർവികർ എപ്പോഴും നമ്മൾ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ്സ് എന്ന് പറഞ്ഞ പുസ്തകം വായിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാവും. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ മാത്രമല്ല, നമ്മളെ ചുറ്റും ഏഞ്ചൽസ് ഉണ്ട്, മാലാഖമാർ. അതിന് നമ്മളെ ഹിന്ദുയിസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ പറഞ്ഞൊരു കാര്യമാണ് പൂർവികർ എന്നുള്ളത്. പല രീതിയിലും പറയും. അന്നേരം നമ്മളെപ്പോഴും ആ ഒരു അരൂപികളായ ശക്തികൾക്ക് നമ്മൾ നന്ദി പറയണം. അതിനെ പൂർവികർ എന്ന് വിളിക്കാം, ഏഞ്ചൽസ് എന്ന് വിളിക്കാം, വേറെ എന്തെങ്കിലും ഡിവൈൻ സോൾസ് എന്നോ വാട്ടവർ എന്ത് തന്നെ ആവട്ടെ, അതിനെ നമ്മൾ ആ ഒരു സമർപ്പണമാവും. നമ്മൾ ഈഗോ, അഹങ്കാരം, ഞാനാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്, എൻ്റെ കഴിവാണ് ഞാനത് നേടിയെടുത്തു എന്നൊക്കെ പറയരുത്. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നല്ല, എന്നിലൂടെ മാനിഫെസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ യൂണിവേഴ്സിനെ അനുഗ്രഹത്താൽ മാനിഫെസ്റ്റ് ചെയ്തു എന്ന രീതിയിൽ ഒന്ന് ചിന്തിച്ച് വെക്കും. അന്നേരം നിങ്ങൾ ലൈഫിൽ ഒരു അഹങ്കാരം, ഈഗോ എന്ന് പറഞ്ഞു, ഇന്ന് എലൈൻമെൻറ്റ് മാസ്റ്ററിയുള്ള ഒരു ടോപ്പിക്കായിരുന്നു, ലെറ്റ് ഇറ്റ് ഗോയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു കൊടുത്തത്. അന്നേരം ആ ഒരു അഹങ്കാരഭാവം കുറച്ച് വേണം ഏതൊരു ടെക്നിക്കും ചെയ്യാൻ വേണ്ടി. എല്ലാം തന്നെ നിങ്ങളിലൂടെ ആ ഒരു ഡിവൈൻ പവറാണ്, അല്ലെങ്കിൽ ഡിവൈൻനെസ് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ പോകുന്നത്. അതായത് ഇന്ന് ടെക്നിക്കിലേക്ക് നമുക്ക് കിടക്കാം. ടെക്നിക്കിന് വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റ് കയ്യിലെടുക്കാം. ഒരു A4 ഷീറ്റ്, നമ്മൾ A4 ഷീറ്റില്ലെങ്കിൽ സപ്പോസ് നമ്മൾ A4 ഷീറ്റാണ് വേണ്ടത്. ഇൻ കേസ് അത് പറ്റിയില്ലെങ്കിൽ നോട്ട്ബുക്കിലെ പേജും മതി. മനസ്സിലായോ? ഓക്കെ. അന്നേരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ്. നാളെ ജസ്റ്റ് പറയാണ്, 11 പോർട്ടൽ ഓപ്പൺ ചെയ്ത് നാളെ 11 മണിക്ക് 11:11 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ രാത്രി 11:11 ആ പോർട്ടൽ ക്ലോസ് ചെയ്യുന്നതാണ് പറയുക. ജസ്റ്റ് ഒരു എനർജി റിസീവ് ചെയ്യുന്ന ഒരു ടൈമായിട്ടാണ് പറയുന്നത്, 11:11. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നിങ്ങളൊരു ട്രയൽ എന്ന രീതിയിൽ ഈ ടെക്നിക്ക് ഉപയോഗിക്കുക. നാളെ രാവിലെ 11:11 ഇതേപോലെ ഷീറ്റ് എടുക്കുക. എന്നിട്ട് 11 തവണ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റ് ഞാനിപ്പം പച്ചമഷി പെന്നാണ് എടുത്തിരിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള പെന്നുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, വാട്ടവർ. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രീം ജേണൽ എടുക്കുക. ഡ്രീം ജേണൽ നമ്മളെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. സപ്പോസ് അത് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ വെക്കുക എന്താണ് വേണ്ടതെന്നല്ല. ഓക്കെ. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പണമായിരിക്കാം വേണ്ടത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം വേണ്ടത്, എന്ത് തന്നെ ആവട്ടെ, അത് ഒന്നും മനസ്സിൽ വെക്കുക. എന്നിട്ട് അതെങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതേണ്ട ഒരു രീതിയുണ്ട്. അതായത് ഞാനും എൻ്റെ പങ്കാളിയും തമ്മിലുള്ള കുടുംബജീവിതത്തിന്, അല്ലെങ്കിൽ സന്തോഷപൂർണ്ണമായ കുടുംബജീവിതത്തിന് നന്ദി എന്നൊക്കെ രീതിയിൽ എഴുതാം. അതായത് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത് നടന്നതായിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ 1 ലക്ഷം രൂപയാണ് ആഗ്രഹിക്കുക, 1 ലക്ഷം രൂപ ലഭിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതി വെക്കാം. ഗ്രാറ്റിറ്റ്യൂഡോടെ കൂടെ വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. എപ്പോഴും കൃതജ്ഞതാഭാവം നമ്മളെ ഉള്ളിൽ വേണം. ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അല്ലെങ്കിൽ നന്ദിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. 11 ആഗ്രഹങ്ങൾ എഴുതാം. 11 ആഗ്രഹങ്ങൾ, അത് ഒരേ കാര്യം തന്നെ എഴുതുന്നില്ല, 11 ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, പ്രൊമോഷൻ ആയിരിക്കാം. അത്
വളരെ പെട്ടെന്ന് തന്നെ നടക്കേണ്ട ആഗ്രഹങ്ങളൊന്ന് എഴുതി വെക്കുക. ഇപ്പോൾ 1 ബില്യൺ 1 മില്യണോ അങ്ങനെ ഒന്നും എഴുതി വെക്കരുത്. ഇപ്പം ഒരു 6 മാസം കൂടെ അല്ലെങ്കിൽ 3 മാസം കൂടെ നടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ 1 2 3 എന്ന് പറഞ്ഞ് ഇപ്പം ചെയ്യുന്നത് ഷോർട്ടായിട്ട് എഴുതി വെക്കാം. ഇപ്പോൾ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം. അന്നേരം എഴുതുന്നതിൻ്റെ മുൻപായി അതിൻ്റെ ടോപ്പിൽ 11 11 എന്ന് പറഞ്ഞ് എഴുതി വെക്കുക. ഞാൻ കാണിച്ചു തരാം അത് ഇങ്ങനെ എഴുതി വെക്കേണ്ടതല്ല. 11 11 എന്ന് എഴുതി വെക്കുക. 11 11 ജസ്റ്റ് 11 2 ഡോട്ട് 11 എന്നിട്ട് അതിലെ ഓരോ ആഗ്രഹങ്ങളും എഴുതി വെക്കാം. നമുക്ക് എന്താണ് ആദ്യത്തെ ആഗ്രഹം? ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് 1 2 3 എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. കമൻറ്റും ചെയ്തോളൂ. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രധാനപ്പെട്ട 10 ആഗ്രഹങ്ങൾ നിങ്ങൾ A4 ഷീറ്റിൽ എഴുതി വെക്കുക എന്നതാണ്. അത് ഒന്ന് എഴുതി വെക്കുക. അപ്പം ഞാനും എഴുതി വെക്കാം. വളരെ ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. നാളെ രാവിലെ 11 നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. എഴുതി വെക്കുന്ന സമയത്ത് വെറും പണം എന്നുള്ള മാത്രം ഫോക്കസ് ചെയ്തത് റിലേഷൻഷിപ്പ്, ഹെൽത്ത്, നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ ബിസിനസ്, ഈ 4 കാര്യങ്ങൾ 4 പില്ലേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ പോലെ 4 മേഖലകളിലും കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഓക്കെ, ഞാൻ എഴുതി വെച്ചതെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഞങ്ങളുടെ അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൽ 5 അഡ്മിഷൻ ലഭിച്ചതിന് പ്രപഞ്ചശക്തി നന്ദി പറയുന്നു. നല്ല ആരോഗ്യശീലത്തിന് പ്രപഞ്ചശക്തി നന്ദി പറയുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ചെടികളുടെ ബിസിനസ് തുടങ്ങാൻ സാധിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. 5 ബിസിനസ് പുതിയ സുഹൃത്തുക്കളെ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുന്നു. 7 ചക്ര ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റ് 1000 പീസ് വിൽക്കാൻ സാധിച്ചതിന് പ്രപഞ്ചശക്തി നന്ദി പറയുന്നു. പുതിയ ഹെൽത്ത് റിലേറ്റഡ് കോഴ്സ് ഡിസൈൻ ചെയ്തതിന് പ്രപഞ്ചശക്തി നന്ദി പറയുന്നു. ഇതേപോലുള്ള കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്. അതായത് നമുക്കൊരു വിശ്വാസം വേണം, ഇത് വളരെ പെട്ടെന്ന് നടക്കും. നേരെ മറിച്ച് ഞാനൊരു 100 കോടി 1000 കോടി എഴുതാതെ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം, ചെറിയ ചെറിയ കാര്യങ്ങളിലേക്ക് വിശ്വസിക്കണം. ഇപ്പം പലരും മിസ്റ്റേക്ക് എന്താ ചെയ്യുന്നത്, ലോ ഓഫ് അട്രാക്ഷൻ നടക്കില്ല, ലോ ഓഫ് അട്രാക്ഷൻ ഫേക്ക് ആണെന്നെല്ലാം പറയാൻ കാരണം ആദ്യം തന്നെ എഴുതി വെക്കുന്നത് എന്താണ്, വലിയ എന്തെങ്കിലും എഴുതി വെക്കും, വലിയ വീട് വേണം, ചിലപ്പോൾ അത് നടന്നേക്കും, അത് വിശ്വാസം ഉണ്ടെങ്കിൽ നടന്നേക്കും. അന്നേരം എഴുതി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ഡൺ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, നമ്മൾ ഇനി നാളെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11/11 ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഇല്ല, നാളത്തെ ഒറ്റ ദിവസം മാത്രം. ഓക്കെ, 11 തീയതിയാണ് ഉപയോഗിക്കേണ്ടത്. ജസ്റ്റ് നാളെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 11 തീയതി 11/11 എന്ത് ചെയ്യുക, എഴുതുക. അതായത് ഇതിപ്പം ട്രയലാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ട്രയലാണ്. അന്ന് ഒന്നും കൂടി ഒന്ന് A4 ഷീറ്റ് എടുത്തിട്ട് 11/11 എഴുതുക. എന്നിട്ട് 12/11 ആകുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യുക, അലാറം സെറ്റ് ചെയ്തിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ 12/11 എന്ത് ചെയ്യാം, ജസ്റ്റ് അത് വായിച്ചു നോക്കുക. ഓക്കെ, ഇന്നെന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചത്, അതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ 1/11 വീണ്ടും അത് രാത്രി 11/11 വരെ അതൊന്ന് ജസ്റ്റ് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങളെ മനസ്സിൽ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പം കാർ എടുക്കുന്നതാവട്ടെ, നല്ല ബിസിനസ് അവസരമാവട്ടെ, അതെല്ലാം തന്നെ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ജസ്റ്റ് വിഷ്വലൈസേഷൻ ചെയ്യുക, യൂണിവേഴ്സിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് നന്ദി പറയുക എന്നതാണ് ചെയ്യേണ്ടത്. അതിപ്പം സപ്പോസ് ഒരു മണിക്കൂർ വിട്ടുപോയിട്ട് ടെൻഷൻ അടിക്കുകയേ വേണ്ട. അടുത്ത മണിക്കൂർ അല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് 2/11 ചെയ്തു, 3/11 ചെയ്യാൻ പറ്റില്ല, അയ്യോ ടെൻഷൻ അടിക്കരുത്. നേരെ മറിച്ച് 4/11 ചെയ്താൽ മതി. ഏതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ടെൻഷൻ അടിച്ചുകൊണ്ട്, നിങ്ങൾ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്തതെങ്കിൽ നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ആവില്ല, അല്ലെങ്കിൽ അത് നെഗറ്റീവ് എഫക്റ്റ് ആണ് വരിക. ചില ആൾക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ടൈമിന് എന്നെ ചെയ്യണം, ആ ടൈമിന് ഭയങ്കര ഫോഴ്സ് ചെയ്യും, സ്ട്രെസ് ചെയ്യും. ആ ടൈമിന് ചെയ്യും. സപ്പോസ് നമുക്കത് പറ്റിയില്ലെങ്കിൽ പറ്റണ്ട, ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് പറ്റുന്ന പോലെ, അതായത് നിങ്ങൾക്കിപ്പോൾ ടൈം കഴിയുന്നതും നമ്മളൊരു ടൈമിങ് വെക്കണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്നറിയാമോ, ആ ഒരു കാര്യത്തിൽ കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ കമ്പനിയോട് കമ്മിറ്റ്മെൻറ്റ് കാണിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ആ കമ്പനി ആഗ്രഹിക്കുന്ന കാര്യം, ഇപ്പം സാലറി ഹൈപ്പ് ആവട്ടെ, നല്ല രീതിയിൽ സാലറി ആവട്ടെ, കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങൾ തരുന്നത് നിങ്ങൾ ആ കമ്പനിയോട് സിൻസിയറിറ്റി കാണിക്കുന്നത് പോലെ തന്നെ കൊണ്ടാണ്. അതേപോലെ തന്നെ നമ്മൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു സിൻസിയറിറ്റി, ഓവർ സിൻസിയറിറ്റി കാണിക്കുന്നില്ല, നിങ്ങളെ കഴിയുന്ന രീതിയിൽ ഒരു സിൻസിയറിറ്റി ചെയ്യുന്ന സമയത്ത് അത് കൃത്യ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലാണ് നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടുക. ഇത് 11/11, അതായത് നാളെ രാവിലെ മുതൽ രാത്രി 11/11 വരെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ചെയ്തിട്ട് 11/11 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പേപ്പർ അന്ന് രാത്രി തന്നെ കത്തിച്ച് കളയാം. മനസ്സിലായോ? അന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ യൂണിവേഴ്സിലേക്ക് ഈ ഒരു ഊർജ്ജത്തെ, നമ്മൾ ഹോമങ്ങൾ പൂജകൾ എന്തിനാണ് കത്തിക്കുന്നത്, അത് പഞ്ചഭൂതങ്ങളിലേക്ക് ലയിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ ആഗ്രഹങ്ങൾ പഞ്ചഭൂതങ്ങളിലേക്ക്, പ്രപഞ്ചത്തിലേക്ക് ലയിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് മനസ്സിലായി? ഇനി നമ്മൾ ആ ഒരു 11 കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ പോവാണ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? സാർ ഒരു ചോദ്യം. സാർ നമ്മളിപ്പോ ഇന്നിപ്പോ എഴുതി വെച്ച ആഗ്രഹങ്ങളല്ലേ നാളെ 11/11 എഴുതേണ്ടത്? ഒരു തവണ എഴുതിയാൽ തീർച്ചയായും ഒറ്റ തവണ എഴുതിയാൽ മതി. ബാക്കിയുള്ള സമയം 1 മണിക്കൂർ വിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ട്. അതെ, വിഷ്വലൈസ് ചെയ്യുക വിത്ത് ഫീലിംഗ്. അത് എഴുതി വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കയ്യിൽ പേപ്പർ പോലും കരുതാനില്ല. ജസ്റ്റ് ഇന്നെന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചത്. അതെന്ത് ചെയ്യുക, വീടാണെങ്കിൽ വീടിൻ്റെ ചുറ്റും നടക്കുന്നതായിട്ടെല്ലാം തന്നെ സങ്കല്പിക്കുക. അത് എന്താവട്ടെ അതൊന്ന് ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്.
ക്ലിയർ ആയോ? ഓക്കെ സർ. എല്ലാവരും ഇന്ന് പിടിക്കാൻ പോകുന്ന മുദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശമുദ്ര. ആകാശമുദ്രയിൽ എല്ലാവരും തന്നെ പിടിക്കുക. കൈകൾ ആകാശമുദ്രയെ പിടിക്കുക. ഇനി നമ്മളിപ്പം ഈ 11 ആഗ്രഹങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെച്ചോളൂ. കണ്ണടകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാറ്റി വെക്കുക കേട്ടോ. കണ്ണടയോ വാച്ചോ ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് ഊരി വെക്കാം. ഇന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീ ആകുക, നട്ടിൽ നിവർത്തിയിരിക്കുക. ഞാൻ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോവുക. ആ 11 ആഗ്രഹങ്ങളും ഒന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചോളൂ, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. ഓരോ ശ്വാസനിശ്വാസവും ശരീരം കൂടുതലായിരുന്നതായി സങ്കല്പിക്കുക. എൻ്റെ മനസ്സും ശരീരവും ആത്മാവും പൂർണ്ണമായും ശാന്തമാണ്. നിങ്ങളുടെ മുഖം, കഴുത്ത്, ഹൃദയഭാഗം, വയറ്, പുറം, ഇരു കൈകൾ, ലൈംഗിക അവയവം, കാലുകൾ, ഇവ ഓരോ ഭാഗങ്ങളിലേക്കും ശ്രദ്ധിക്കുക. ശരീരത്തിലെ ഓരോ മസിലുകളും ഓരോ ഞരമ്പുകളും പൂർണ്ണമായും ശാന്തമാണ്. ഒരു രീതിയിലും ബലം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലഭിച്ച ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. നിങ്ങൾക്ക് ലഭിച്ച സമ്പത്തിന്, ആരോഗ്യത്തിന്, കഴിവുകൾക്ക് എല്ലാത്തിനും നന്ദി പറയുക. പ്രപഞ്ചശക്തിയോട് അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനോട് നന്ദി പറയുക. നന്ദി, നന്ദി, നന്ദി. അതെ, എൻ്റെ ജീവിതത്തിൽ എന്നും ദൈവികമായ അനുഗ്രഹം എൻ്റെ കൂടെ തന്നെയുണ്ട്. ഞാൻ എഴുതി വെച്ച ഓരോ ആഗ്രഹങ്ങളും എന്നിലേക്ക് ഈ നിമിഷം തന്നെ വരുന്നതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വീണ്ടും ശ്വാസം സാവധാനം ഉള്ളിലേക്ക് എടുക്കുക. നിങ്ങൾ എഴുതി വെച്ച ആദ്യത്തെ ആഗ്രഹം എന്താണ്? ആ ഒരു ആഗ്രഹം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യക്തിബന്ധമാവാം, പണമാവാം, എന്തുമാവട്ടെ, അതിന് സന്തോഷം അനുഭവിക്കുക. മുഖത്ത് ഇളം പുഞ്ചിരി കൊണ്ടുവരിക.
അതിന് സന്തോഷം കൊണ്ടുവരിക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? ബന്ധങ്ങളാണോ, ആരോഗ്യമാണോ, എന്തുമാവട്ടെ, ആ ഒരു കാര്യം ഈ നിമിഷത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം ചുണ്ടുകളിലും മുഖത്തും ശരീരത്തിലും നൽകുക. മൂന്നാമത്തെ ആഗ്രഹം എടുക്കുക. അതെ, ആ ഒരു ആഗ്രഹം നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വ്യക്തിബന്ധമോ ആരോഗ്യമോ എന്തുമാവട്ടെ, അതിനെ അകക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കുക. ആ ഒരു കാര്യം നടക്കുമ്പോൾ എങ്ങനെയുള്ള സന്തോഷമാണ് നിങ്ങൾ അനുഭവിക്കുക, അത് ഈ നിമിഷത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അനുഭവിക്കുക. ആറാമത്തെ കാര്യവും അതുപോലെ കാണുക. ഏഴാമത്തെ കാര്യം എന്താണോ എഴുതി വെച്ചത് അത് ഈ നിമിഷത്തിൽ നടക്കുകയാണ്. ആ ഒരു സന്തോഷം നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഈ നിമിഷത്തിൽ അനുഭവിക്കുക. ചുണ്ടുകളിൽ സന്തോഷം നിറയട്ടെ. നിങ്ങളുടെ അടുത്ത കാര്യം അങ്ങനെ ഓരോന്നായി കാണുക. എട്ടാമത്തത്, ഒമ്പതാമത്തത്, അതിനെല്ലാം തന്നെ നിങ്ങൾ കാണുക. ആ ഒരു കാര്യം ഈ നിമിഷത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ സന്തോഷം നിങ്ങൾ അനുഭവിക്കുകയാണ്. നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും ഓരോ രോമങ്ങളിലേക്കും അതിൻ്റെ സന്തോഷം അനുഭവിക്കുകയാണ്. ആ കാര്യം ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പത്താമത്തത്, 11ാമത്തത്, എല്ലാ ആഗ്രഹവും നിങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുഖത്തും ശരീരത്തിലും അതിന് സന്തോഷം അനുഭവിക്കുക. അതെ, എൻ്റെ ഉള്ളിലുള്ള ദൈവികമായ ശക്തി അതെനിക്ക് നേടിത്തന്നിരിക്കുന്നു. എൻ്റെ 11 ആഗ്രഹങ്ങളും ഈ നിമിഷത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വെറും സ്വപ്നമല്ല, അത് സത്യമാണ്. നന്ദി, നന്ദി, നന്ദി. അതിൻ്റെ സന്തോഷവും അതിൻ്റെ ആനന്ദവും നിങ്ങളുടെ ശരീരം മുഴുവനായി കൊണ്ടുവരിക. അതിൻ്റെ സന്തോഷം നിങ്ങളിപ്പോൾ അനുഭവിക്കുകയാണ്. ദൈവത്തിന് നന്ദി, പ്രപഞ്ചശക്തിക്ക് നന്ദി, രക്ഷിതാക്കൾക്ക് നന്ദി, ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങൾക്കും നന്ദി, നന്ദി, നന്ദി.
സ്നേഹത്തോടെ സന്തോഷത്തോടെ കൈകൾ പരസ്പരം ഉരസുക, കണ്ണുകളിലേക്ക് ഊർജം പകരുക, പുഞ്ചിരിയോടെ കണ്ണുകൾ തുറക്കുക. എങ്ങനെയുണ്ടായിരുന്നു? ഫീൽ ചെയ്യാൻ സാധിച്ചോ? ഫീൽ ചെയ്യാൻ സാധിച്ചോ? ജസ്റ്റ് സാർ കയ്യിലൊക്കെ ഒരു വൈബ്രേഷൻ വന്ന പോലെ തോന്നി. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററി കൊടുക്കുന്ന ബൈനറി മ്യൂസിക്കുള്ള മെഡിറ്റേഷൻസ് ആണ്. ഇപ്പം നാളെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നല്ലൊരു മെഡിറ്റേഷൻ ആണിത്. ഫീൽ ചെയ്തുകൊണ്ട് അതിനെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ. ഇതെന്ത് ചെയ്യാം? സാറ് സൺഡേയിൽ ക്ലാസ് ഉണ്ടാവും വിചാരിച്ചു സാർ. സാറിനെ ഇല്ലാതെ പറയുക, സാറിനെ മിസ് ചെയ്ത പോലെ തോന്നി. ഓക്കെ ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെച്ചത്. മെഡിറ്റേഷൻ അതാണ്. ഓക്കെ. അത് കുറെ തിരക്കിലായിരുന്നു. സൺഡേ ഞാൻ സ്വയം എന്തെങ്കിലും ഒരു ടൂറോ കാര്യങ്ങളോ എന്തെങ്കിലും വൺ ഡേ ട്രിപ്പെങ്കിലും പോകും. അന്നേരം തിരിച്ചു വരാൻ പറ്റിയില്ല. സാർ പിന്നെ ഞാനില്ലേ ഈ 11 ടെക്നിക്ക് രാവിലെയും വൈകുന്നേരം തന്നെ എഴുതണോ? അതങ്ങനെ സമയം മാറി എഴുതിയ വല്ല പ്രശ്നം? അങ്ങനെ പല പ്രാവശ്യം ഏതെങ്കിലും ഒരു ടൈമിൽ എഴുതിയാൽ മതി. ഇപ്പൊ ഈ ടെക്നിക്ക് ഇപ്പൊ 11 പോർട്ടൽ ആണെങ്കിൽ അന്നത്തെ ദിവസം മാത്രം എഴുതിയാൽ മതി. 11 ടെക്നിക്ക് ആണെങ്കിൽ ആ സമയത്ത്, അതായത് ഇപ്പൊ രാവിലെയാണ് എഴുതുന്നത്, രാവിലെ അടുത്ത ദിവസം രാവിലെ തന്നെ ആ ഒരു ടേബിളിലോ ആ ചുറ്റുപാടുകൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അത് 2 തവണ രാവിലെയും വൈകിട്ടും തന്നെ എഴുതണം സാർ? ഒരു തവണ എഴുതിയാൽ ഒറ്റ തവണ എഴുതിയാൽ മതി. ഒറ്റ തവണ എഴുതിയാൽ മതിയില്ലേ? കാരണം എന്താണെന്നറിയോ, പല പ്രാവശ്യം ഞാൻ അതിങ്ങനെ എഴുതി വരും, 5-6 ദിവസം ആകുമ്പോൾ വീണ്ടും തെറ്റും. അങ്ങനെ തെറ്റെങ്കിൽ 11 വേണ്ട, 33 എഴുതി 33 തവണ 3 ദിവസം എഴുതി വെച്ചാൽ മതി. അങ്ങനെ പല പ്രാവശ്യം ഉണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പൊ 11 ടെക്നിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു 11 ഇന്ന് രാവിലെ വൈകുന്നേരം ആണെങ്കിൽ എഴുതുക, പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം എഴുതിയാൽ മതിയോ? ഇപ്പൊ രാവിലെ എഴുതി വൈകുന്നേരം എഴുതണം, അങ്ങനെയുണ്ടോ സാർ? ഇല്ല, ഒറ്റ തവണ എഴുതിയാൽ മതി. അതെന്താണെന്നറിയാം, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി കൂടുതൽ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് കൈവിട്ടു പോകും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സിമ്പിൾ ആയിട്ട് വെക്കുക എന്നുള്ള മൈൻഡ്. നമ്മൾ കൂടുതൽ സ്ട്രെസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നടക്കില്ല. ഓക്കെ, അതുകൊണ്ട് ഇതാണുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റോറീസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ 3 തവണ 3 പറഞ്ഞില്ല, അതെങ്ങനെയാണ് സാർ? 33 തവണ 3 ദിവസം എഴുതി വെക്കുക. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. സാറേ, എൻ്റെ പേര് സിമി മനോജ് എന്നാണ്. ഞാൻ സാറിൻ്റെ ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 7 മാസത്തോളം ഞാൻ സാറിൻ്റെ യൂട്യൂബിലൂടെയാണ് ഇത് കാണുന്നത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്കൊരു വീട് പണിയെന്നായിരുന്നു. അതിപ്പോൾ അതിൻ്റെ വർക്കൊക്കെ കഴിയാറായി. ഇപ്പം എന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം അതിൻ്റെ ഹൗസ് വാമിങ് ആയിരിക്കും. പിന്നെ അടുത്തത് മറ്റേ 808-520-741 അത് ഞാൻ എഴുതിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒരു 1.5 വർഷമായിട്ട് എനിക്ക് കിട്ടാണ്ടിരിക്കണ്ടായിരുന്നു. അതെനിക്കിപ്പോൾ ഈ ചെയ്തു. കഴിഞ്ഞ ആഴ്ച എനിക്ക് ആ പൈസ കൊണ്ട് തന്നോളൂ. പിന്നെ എനിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിന് മോനിപ്പോൾ +1 പഠിക്കണേണ്. അപ്പം അവനും ഉണ്ട്, പിന്നെ എനിക്കുണ്ട്. അപ്പം എല്ലാവർക്കും കൂടി ചാർജ് ചെയ്യണ്ടല്ലോ എന്നുള്ള ബുദ്ധിമുട്ടിൽ ഫോൺ വാങ്ങിക്കാണ്ട് പിന്നെ അതങ്ങോട്ട് മടിഞ്ഞിങ്ങനെ ഇരുന്നു. പക്ഷെ സാറിൻ്റെ ക്ലാസ്സുകൾ എനിക്ക് അവനും ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊക്കെ ആയപ്പോൾ ഞാൻ ഈ ഹോപ്പനോപ്പനോ പ്രാക്ടീസ് ചെയ്ത് എനിക്കൊരു ഫോൺ വേണം എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ അതും എനിക്ക് കിട്ടി. പിന്നെ ഒരുപാടുണ്ട് എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ. സാറിന് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനിയുണ്ട്. എനിക്കിപ്പോ സാറിനോട് എങ്ങനെ ആകെ എക്സൈറ്റ്മെന്റ്, അത് എനിക്ക് എങ്ങനെ പറയണം എന്ന് പറഞ്ഞ സന്തോഷം കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ഒരുപാടുണ്ട്. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു സാർ. പിന്നെ സാറേ, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നാളെ എൻ്റെ 5 ലക്ഷത്തിന്റെ ഒരു കുറിയുടെ ഇതാണ്. എനിക്ക് കിട്ടുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. എല്ലാവരും ഇന്നത്തെ ഡിവൈൻ മണി നൗ എന്നുള്ള സ്വിച്ച് വേർഡ് ഒന്ന് ഉപയോഗിച്ചു.
ഓക്കെ. ഓക്കെ, ഇതിനകത്ത് ജോയിൻ ചെയ്ത എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം, സന്തോഷം. അതേപോലെ തന്നെ നമ്മൾ കുറേ പേര് നാളെ തുടങ്ങാൻ പോകുന്ന അലൈൻമെൻറ്റ് മാസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരുന്നു സംശയങ്ങൾ, എന്താണ് കോഴ്സ്, കാര്യങ്ങൾ. അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അലൈൻമെൻറ്റ് മാസ്റ്ററി ബേസിക്കലി ഇന്നർ ചൈൽഡ് ഹീലിംഗുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ലാസ് ആണ്. കാരണം നമ്മളെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ കാര്യമില്ലേ, അത് ഇങ്ങനെ ജനിച്ചത് മുതൽ 8-9 വയസ്സിനുള്ളിൽ അത് സ്ട്രോങ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ഓഫ് അട്രാക്ഷൻ ഏത് ടെക്നിക്ക് ഉപയോഗിക്കുന്ന സമയത്തും നടക്കാൻ വളരെ സ്ലോ ആയിരുന്നു. ചിലത് നടന്നിട്ടില്ല. കാരണം ഒന്ന് പണത്തിൻ്റെ കാര്യത്തിൽ, രണ്ട് റിലേഷൻഷിപ്പ്, ഈ രണ്ട് കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിച്ചത്. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ കുറേ ടെക്നിക്ക് ഉപയോഗിക്കും, അന്നേരം ചിലതിൻ്റെ റിസൾട്ട് കിട്ടും, ചിലതിന് റിസൾട്ട് ഇല്ല. അന്നേരമാണ് മനസ്സിലായത് കുട്ടിക്കാലത്ത് ഞാൻ കുറേ പണമായിട്ട് ബന്ധപ്പെട്ട കുറേ കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്നു. ഒന്ന്, അച്ഛൻ പണം തരില്ല, ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ നീട്ടി വെക്കുന്ന സ്വഭാവം. അതോടൊപ്പം തന്നെ പണം തരുന്ന സമയത്ത് കുറേ നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പണം തരിക. ഇത് കാരണം എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ അബൻഡൻസ്, സമ്പന്നത ചിന്തിക്കുന്ന സമയത്ത് നമുക്കത് വരില്ല. പിന്നെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ബ്രോക്കൺ റിലേഷൻഷിപ്പാണ് അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്നത്. അത് കാരണം റിലേഷൻഷിപ്പിനെയും അത് എന്നെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനെ ഹീൽ ചെയ്ത് വരുന്ന സമയത്താണ് നമ്മൾ ലൈഫിൽ ചേഞ്ചസ് വരിക എന്നുള്ളതാണ് ഞാൻ അതിലൂടെ മനസ്സിലാക്കിയത്. അങ്ങനെ ഡിസൈൻ ചെയ്തെടുത്ത കോഴ്സാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറയുന്നത്. അതിൽ ഇപ്പം നമ്മൾ നൽകിയ മെഡിറ്റേഷൻസ്, ഇതേപോലുള്ള കുറേ മെഡിറ്റേഷൻസ്, ഒരു 30+ മെഡിറ്റേഷൻസ്, ഓരോ ടൈപ്പ്. ഇപ്പം വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, അതോടൊപ്പം തേർഡ് ഐ മെഡിറ്റേഷൻ, ആൻസേഴ്സസ് ബ്ലെസ്സിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറേ ടൈപ്പ് മെഡിറ്റേഷൻസ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോ ടൈപ്പ്, ഇപ്പം ഓരോരുത്തരും, ഇപ്പോൾ നീതു എന്ന് പറഞ്ഞ ആൾ നമ്മളെ ക്ലാസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. നീതു ഇതിൽ വേറെ ആൾക്കാരുണ്ടോ എന്ന് അറിയില്ല. അവരിപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എന്താണ് ക്രിസ്റ്റൽസിൻ്റെ ബിസിനസ് തുടങ്ങണമെന്ന് പറയുന്നത്. കുറേ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പ്ലാൻഡ്. അതായത് നമ്മൾ ഹീലിംഗ് കാര്യങ്ങൾ വരുന്ന സമയത്ത് എല്ലാ സ്ത്രീകളും ഞാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ്സിലേക്കോ എന്തെങ്കിലും ജോലിയിലേക്കോ കടക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. വീട്ടിലൊരു ഇങ്ങനെ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല. നിങ്ങളതായുള്ള ക്രിയേറ്റിവിറ്റി, അതായത് നമ്മുടെ ലൈഫിൽ നമ്മളെ കുറേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്നർ ചൈൽഡിൽ വൂണ്ടഡായി കിടക്കുന്ന സമയത്ത് നമ്മളെ കഴിവിനെ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. ഞാൻ ഈ മോട്ടിവേഷൻ കാര്യങ്ങളെല്ലാം തന്നെ എതിർത്തൊരു വ്യക്തിയായിരുന്നു. എന്തുകൊണ്ട് എതിർത്തു? എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കൂടുതൽ വായിച്ചത് നോവൽസോ കാര്യങ്ങളല്ല, സെൽഫ് ഹെൽപ്പ് ബുക്സാണ്. അന്നേരം ആ ബുക്സ് നിർത്താൻ കാരണം എൻ്റെ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നെല്ലാം പറയും, കഞ്ചാവ് അടിച്ചിട്ട് പറയുന്ന അല്ലെങ്കിൽ എഴുതുന്ന ബുക്കാണ്, ഇതെല്ലാം വായിച്ചിട്ട് എവിടെ എത്താൻ പോകുന്നത് എന്നൊക്കെ രീതിയിൽ പറഞ്ഞു. അന്നേരം പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു മോട്ടിവേഷൻ പറയുന്ന ആൾക്കാരെ എതിർക്കാൻ തുടങ്ങി. ഈവൻ ലോ ഓഫ് അട്രാക്ഷനിൽ എതിർക്കുന്ന കാര്യമാണ് കൂടുതൽ നടക്കുക. നിങ്ങളൊന്നും കാര്യം വേണ്ടെന്ന് ചിന്തിക്കുന്ന അതായിരിക്കും പെട്ടെന്ന് നടക്കുക. എന്നാൽ വേണം ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഇമോഷൻസ് ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ അതിൽ എതിർക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ട് മെയിനായിട്ടൊരു റീസൺ ഈ ഹീലിംഗ്, അതായത് എൻ്റെ കുട്ടിക്കാലത്തുള്ള എൻ്റെ ട്രോമാസിനെ കാര്യങ്ങളെല്ലാം തന്നെ ഹീൽ ചെയ്ത് വന്നതിന് ശേഷം എനിക്ക് എന്താണ് ഞാനെന്നുള്ള മനസ്സിലായി, എന്താണ് എൻ്റെ കഴിവ് എന്നുള്ളത് മനസ്സിലായി. അതിനുശേഷം എൻ്റെ ലൈഫിൽ ചേഞ്ചസ് വന്നു, എൻ്റെ ലൈഫിൽ മിറാക്കിൾസ് വന്നു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ എന്താണ് ഈ മേഖലയിലേക്ക് കടന്നു. ഹാപ്പിനെസ്, അതായത് പണത്തേക്കാട് ഉപരി നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. അതായത് നമ്മളെ പർപ്പസിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ട് അതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇപ്പം കുറേ പേര്, ഇപ്പോൾ പവിത്ര എന്ന് പറഞ്ഞ ആൾ ക്ലാസ് പങ്കെടുത്ത് സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. നീതു, അങ്ങനെ കുറേ പേര് ഓരോ ബിസിനസ്സുകളും കാര്യങ്ങളും അവർ ഇപ്പം ഗവൺമെൻറ് ജോലി, നേരത്തെ ലാസ്റ്റത്തെ വീഡിയോയിൽ എന്താണ് ഗവൺമെൻറ് ജോലി, ബിസിനസ് ഡെവലപ്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് കുറേ ട്രോമാസ്, ജസ്റ്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. കുട്ടിക്കാലത്ത് നീ കഴിവില്ലാത്തവരാണ്, നിനക്ക് നിറയില്ല, എപ്പോഴും പറയുന്നത് എൻ്റെ നിറത്തെ, എൻ്റെ ഹൈറ്റിനെല്ലാം തന്നെ കുറ്റം പറയുന്നു. അത് കാരണം എന്ത് ചെയ്തു, സെൽഫ് ലവ് എന്ന് പറഞ്ഞ കാര്യമില്ല. നമുക്ക് നമ്മളെ മുഖം പോലും, ഞാൻ പണ്ടൊന്നും എൻ്റെ മുഖം പോലും നോക്കിയിട്ടില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന എൻ്റെ മുഖമാണ്. ഇപ്പോൾ ഈ ലൈവിൽ വരുന്ന സമയത്തും എല്ലാവരും ക്യാമറ തുറന്ന വ്യക്തികൾ എന്നെ നോക്കേണ്ടത് നിങ്ങളെ തന്നെ നോക്കുക, നിങ്ങളെ സൗന്ദര്യം നോക്കുക, നിങ്ങൾ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. അല്ലാതെ എന്നെ നോക്കിയിട്ട് കാര്യമില്ല, എൻ്റെ വോയിസ് മാത്രം കേട്ടാൽ മതി. ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. ആ ഒരു സെൽഫ് ലവ് ചെയ്ത് വന്നേരം എൻ്റെ ലൈഫിൽ ചേഞ്ചസ് തരായി. നമ്മളെ ക്ലാസ്സിലും അത് തന്നെയാണ് പറയുന്നത്. ഈ ഹീലിംഗ് പ്രോസസ്സാണ് ബേസിക്കലി നമ്മളെ അലൈൻമെൻറ്റ് മാസ്റ്ററി കൊടുക്കുന്നത്. കുറേ ലെവലിൽ ഇപ്പോൾ ഏകദേശം 4ാമത്തെ ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്നാൽ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെ ടെക്നിക്സും ടൂൾസും അതോടൊപ്പം തന്നെ പ്രസൻറ്റേഷൻ, ഓരോ ടൈപ്പ് പ്രസൻറ്റേഷനും കാര്യങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലാസ്റ്റ് കുറച്ച് പേരും കൂടിയാണ് അവസരത്തിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ഹീൽ ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. നിങ്ങളെ ഇപ്പോൾ സെൽഫ് ഹീലിംഗ് എന്ന് പറഞ്ഞ കാര്യം, ഇപ്പോൾ രാജലക്ഷ്മി മേഡം അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തെ ഹീൽ ചെയ്ത് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ
മിറാക്കിൾ സംഭവിച്ചത്. അത് നമുക്ക് സ്വയം ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ ക്ലാസ്സുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കുറേ സക്സസ് സ്റ്റോറീസ് ഉണ്ട്. ഇപ്പം നീതുവിൻ്റെ തന്നെ സക്സസ് സ്റ്റോറീസ് ഒന്നും ഇട്ടിട്ടില്ല, എല്ലാം ഘട്ടം ഘട്ടമായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ സക്സസ് സ്റ്റോറീസ് കുറേ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യാം. എൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളുണ്ടോ? സക്സസ് സാറ് പറഞ്ഞില്ലേ ആ മറ്റേ ക്രിസ്റ്റലിന്റെ കാര്യം, അത് എപ്പോഴാ വരിക? അത് വന്നിട്ടുണ്ട്, ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, കാരണം എനിക്ക് അലൈൻമെന്റ് മാസ്റ്ററി ചേരണം എന്നൊക്കെയുണ്ട്. പക്ഷെ ഈ മാസം അടുത്ത മാസം അടുത്ത ഉണ്ടാവും മാസം ജോയിൻ ചെയ്ത ജസ്റ്റ് ഇപ്പം അത് ഒരു ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കാരണം അത് 2 ബാച്ച് ആയിട്ടാണ്, 5 to 6 വൈകിട്ട് 8 to 9 ആയിട്ടാണ് ബാച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അത് ഇങ്ങനെ രാവിലെ അത് 2 ടൈപ്പ് മെഡിറ്റേഷൻ, ഒന്ന് വിപസന എന്ന് പറഞ്ഞ മെഡിറ്റേഷനും പിന്നെ ഒരു 10 വിപസന മെഡിറ്റേഷനും. പിന്നെയുള്ള മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വിഷ്വലൈസേഷനിലെ വിവിധതരം ടൈപ്പ് മെഡിറ്റേഷൻസ്. അതിൽ ഇപ്പം ക്ലാസ് മാത്രമല്ല, ഓരോരോ ടൈപ്പ് പ്രസൻറ്റേഷൻ ഉണ്ടാവും നമ്മൾ ഇതിൽ കൊടുക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ PDF വെച്ചിട്ട് ഓരോ ടൈപ്പ് പ്രസൻറ്റേഷന് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. ജസ്റ്റ് അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ചോദിച്ചോളൂ. റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടാവോ? റെക്കോർഡിംഗ് ഉണ്ടാകുന്നതാണ്. അതെ, റെക്കോർഡിംഗ് ഉണ്ടാവും. അഥവാ നമ്മൾക്ക് ഒരു സമയം ഒരു ദിവസം കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അതിനെ റെക്കോർഡ് കിട്ടി ചെയ്യാലോ അല്ലെ? അതെ, ആ റെക്കോർഡിംഗ് ഉണ്ടാകുന്നതാണ്, നമ്മൾ റെക്കോർഡിംഗ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ജസ്റ്റ് കാണിച്ചു തരാം. അതായത് നമ്മളെ ക്ലാസ്സുള്ള രീതി വെച്ച് ഓക്കെ, നമ്മളെ ഇൻട്രൊഡക്ഷൻ ടു ഇന്നർ ചൈൽഡ് ഇത് കൊടുക്കുന്നതാണ് നമ്മൾ ക്ലാസ്സുകളിലുള്ള. എന്തുകൊണ്ട് അതായത് വാട്ട് ഈസ് ഇന്നർ ചൈൽഡ് എന്ന് പറയുന്ന കാര്യം, അതെന്താണ്, അങ്ങനെ ഓരോ ടൈപ്പ് പ്രസൻറ്റേജ്, സൈൻ ഓഫ് യുവർ ഇന്നർ ചൈൽഡ് വൂണ്ട്. നിങ്ങളെ ഇന്നർ ചൈൽഡ് വൂണ്ട് ആണെങ്കിൽ എന്തൊക്കെ സയൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുക, അങ്ങനെ കുറേ ടോപ്പിക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മാത്രമല്ല, സൈക്കോളജി, മണി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ഒരു അലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഉള്ളത്. അത് ഞാൻ വീണ്ടും പറയാണ്, ഇന്നർ ചൈൽഡ് ഹീലാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ചിരിക്കാനും കളിക്കാനും എല്ലാം തന്നെ സാധിക്കുന്ന ഒരു കുട്ടി അങ്ങനെ സാധിക്കും. എല്ലാത്തോടത്തോളം കാലം നമ്മൾ എപ്പോഴും സീരിയസ് ആയിട്ട് ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അതാണ് ഇന്നർ ചൈൽഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ട്, ലൈഫിൽ കുറേ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രീ ക്ലാസ് ഉണ്ട്, ഫ്രീ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിലും ജോയിൻ ചെയ്യാം കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇതേപോലെ തന്നെ ഡോക്ടർ രാജലക്ഷ്മിയെ കാണുന്നതിൻ്റെ സന്തോഷം, ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ, നിങ്ങൾ വന്നതിൽ അതേ സന്തോഷമുണ്ട്. എന്താണ്? ഓക്കെ, സന്തോഷം. കുറെ കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് ചാനൽ തന്നെ കുറെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. ചേർന്നില്ലേ? നാളെ അന്നേരം തുടങ്ങും ഓരോരോ കാര്യങ്ങൾ. ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞ അലൈൻമെന്റ് മാസ്റ്ററിൽ നമ്മൾ ചക്രാസ് ആണ് എടുത്തത്. ഈ അലൈൻമെന്റ് മാസ്റ്ററിൽ നമ്മൾ പണത്തെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. പണത്തിന്റെ കാര്യങ്ങളും പണത്തിന്റെ ബ്ലോഗ്സും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പണം എന്ന് പറഞ്ഞൊരു നിങ്ങളെ റേഞ്ചിന്റെ നിങ്ങളുടെ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. ഏകദേശം 11 മണിയാകാൻ പോകുന്നു. എന്താണ് മെഡിറ്റേഷൻ ക്ലാസ് എപ്പോഴാണ്? അലൈൻമെന്റ് മാസ്റ്ററി മെഡിറ്റേഷൻ ക്ലാസ് ആണ്. അത് എപ്പോഴാണ്? അത് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാളെ 5-നും 6-നും വൈകിട്ട് 8-നും 9-നും ഇടയിൽ ഉണ്ടാവും. അത് 2 ബാച്ചിലാണ് നടക്കുന്നത്. 8-നും 9-നും അതുണ്ട്. അത് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇടും. ഇപ്പൊ ഏകദേശം അഡ്മിഷൻ ക്ലോസ് ആകാൻ പോവാണ്. കൂടുതൽ പേര് എടുക്കുന്നില്ല. കൂടുതൽ പേര് എടുക്കാത്തതെന്ന് വെച്ചാൽ കൂടുതൽ പേര് എടുക്കാൻ നമുക്ക് ഒരു പേഴ്സണൽ ഇന്ററാക്ഷൻസിന്റെ അളവ് കുറയും. അതുകൊണ്ട് കുറച്ച് പേര്, അതായത് ഒരു 50 മെമ്പേഴ്സിനെ വെച്ചിട്ടാണ് ഇപ്പം തുടങ്ങിയത്. ചാർജസ് ഒക്കെ എങ്ങനെയാ? ഓക്കെ, 3,333 ആണ്. 4-3 ആണ് ഒരു മാസത്തെ ക്ലാസ്. എന്തായാലും ഇനി ആർക്കെങ്കിലും ഇതേപോലെ തന്നെ സക്സസ് സ്റ്റോറീസ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ചോദിച്ചോളൂ. ഹലോ സാറേ, ഇത് ആലപ്പുഴയിൽ നിന്നാണ്. എൻ്റെ പേര് രജിത എന്നാണ്.
രാജലക്ഷ്മി മാഡത്തിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, ഞാൻ നേരിട്ട് പറഞ്ഞത് പക്ഷെ രാജേഷ് മേഡം. താങ്ക് യു. പിന്നെ സാറേ ഞാൻ ആദ്യമായി ഇപ്പൊ നാളത്തെ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് സാറിന്റെ കോഴ്സ് കാണുന്നത്. അപ്പൊ ഇതുവരെ മെസ്സേജ് ഒന്നും കാണാൻ ചിലപ്പോ ഞാൻ ഓർത്ത് ഇതിന്റെ വല്ല ഇൻട്രൊഡക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനകത്ത് കയറിയത്. നാളെ അപ്പൊ ഇൻട്രൊഡക്ഷൻ നാളെ ഹലോ എന്തോ ഇൻട്രൊഡക്ഷൻ തൊട്ട് പറയൂ സാർ. ഓക്കെ. അപ്പൊ ഞാൻ ഓർത്ത് അതിന്റെ അപ്പൊ ഇതിന്റെ ഒരു അല്ല വഴിക്ക് കയറിയത്. പിന്നെ സാറേ ഞാൻ നേരത്തെ ഒരു കോഴ്സ് ചെയ്തിരുന്നു. അത് JJ സക്സസ് മന്ത്ര എന്നും പറഞ്ഞിട്ട് വിപിൻ രാജ് സാറിന്റെ. പക്ഷെ അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 24ാമത്തെ ദിവസമായപ്പോഴേക്കും മുടങ്ങിപ്പോയി. പിന്നെ അത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നാലും കുറെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ, എഴുതി വെച്ച കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റി. പ്രത്യേകിച്ച് വീട് പണിയൊക്കെ കംപ്ലീറ്റ് ഞാൻ ആഗ്രഹിച്ച സ്കൂളിൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു 2 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തിട്ടാണ് വീട് പണി ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഞാനപ്പോ ഓർത്തു ഇനി ഹൗസ് വാമിങ്ങിന്റെ ടൈമിൽ എനിക്ക് 2 ലക്ഷം രൂപ കിട്ടണം, എന്നാലേ എനിക്കത് ആ ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അടയ്ക്കാൻ പോലും പറ്റുന്ന ഒരവസ്ഥയല്ലായിരുന്നു ആ സമയം. എന്താ പറയാ, ലോണും എല്ലാം കൂടെ വന്നതുകൊണ്ട് എനിക്ക് അത് ഈ പേഴ്സണൽ ലോൺ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഞാൻ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് കൃത്യം 2 ലക്ഷം രൂപ, അതിൽ നിന്ന് ഒരു 8000 രൂപ കൂടുതൽ കൃത്യമായിട്ട് എനിക്ക് എന്താ നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം കൂടെ കിട്ടി. അങ്ങനെ അത് ഭയങ്കര എന്താ പറയാ, എഴുതി വെച്ചതുപോലെ ഇത്തിരി വ്യത്യാസമേ വന്നിട്ടുള്ളൂ. അങ്ങനെ കുറെ കാര്യങ്ങൾ സാധിച്ചായിരുന്നു ആ സമയത്ത്. ആ സമയത്ത് എനിക്കൊരു മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലായിരുന്നു എന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ആയപ്പം കുറച്ചുകൂടെ അങ്ങ് നെഗറ്റീവ് ആയ പോലെ എനിക്ക് തോന്നി. അപ്പൊ വീണ്ടും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഹോപ്പണോപ്പോ കോഴ്സ് ചെയ്തിരുന്നു, ഒരു ഫിലി റോഷ്നി എന്നും പറഞ്ഞൊരു മാഡത്തിന്റെ. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് 1000 രൂപ ലോട്ടറി അടിച്ചു. പിന്നെ അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കൂടുതലും കാണുന്ന ഇങ്ങനെയുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പൊ നാളെ ഇനി സാറിന്റെ കോഴ്സിന് വേണ്ടി കാത്തിരിക്കും. ഓക്കെ. കയ്യിൽ നിന്ന് ലോൺ എടുക്കുന്ന നിങ്ങൾ ബിസിനസിന് വേണ്ടി ലോൺ എടുക്കുക. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടും. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം, അത് നിങ്ങൾക്കൊരു ഒരു ഇൻകം, ഒരു മൾട്ടിപ്പിൾ ഇൻകം, ഇപ്പം നിങ്ങൾക്കും ഭർത്താവിനും അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ലോൺ എടുക്കാൻ നിങ്ങൾക്ക് ഒരു സോഴ്സ് ഇല്ലെങ്കിൽ പോലും വേറൊരു സോഴ്സ് ഉണ്ടാവും. അതായത് മനസ്സിനൊരു ആശ്വാസമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ലോൺ എടുക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞ എടുത്തോളൂ, പക്ഷെ അതിനെ അടക്കേണ്ട ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻകം സോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എടുത്തോളൂ. അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര സ്ട്രെസ്സാണ് ഉണ്ടാവുക. അതല്ല സാറേ, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ബാലൻസ് ലോൺ എമൗണ്ട് കിട്ടുള്ളൂ. ലോൺ എടുത്തത് എനിക്ക് മനസ്സിലായി. പേഴ്സണൽ ലോൺ. ഓക്കെ, കേന്ദ്ര സർക്കാർ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിട്ട്. കേന്ദ്ര സർക്കാരിന്റെ. ഓക്കെ, മനസ്സിലായി. നല്ലതാണ്. എന്തായാലും വീട് SBI ലോൺ ആയിരുന്നു. ഓക്കെ. വെച്ചത്. ഓക്കെ. എന്തായാലും എല്ലാ ലേഡീസും എന്ത് ചെയ്യുക, ബിസിനസ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഇതേപോലെയുള്ള സക്സസ് സ്റ്റോറീസ് ഇനി ഷെയർ ചെയ്യണമെങ്കിൽ 2 പേർക്കും കൂടി ഷെയർ ചെയ്യാം. സാറേ ഞാൻ പറയട്ടെ, ഞാൻ മഹാലക്ഷ്മിയാണ്. സാറ് ഞാന് പിന്നെ റിലേഷൻ മാസ്റ്ററിൽ ജോയിൻ ചെയ്ത ആളെ. ഞാൻ സാറിന് ഇപ്പൊ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ? സാറ് പറയൂ സാറേ, ഞാൻ എങ്ങനെ ഇതിൽ കയറാന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അത് ജസ്റ്റ് ഞാൻ വാട്സപ്പിൽ ചെയ്തുതരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. യെസ് സാർ. 772 മെസ്സേജ് അയച്ചോളൂ. എന്റെ 772 എന്ന് പറഞ്ഞ നമ്പറിൽ. സാറേ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്റെ റിലേഷൻഷിപ്പിൽ ഉണ്ടല്ലോ, എനിക്ക് ഹസ്ബൻഡായിട്ട് ഇനി കൂടുതൽ ഒന്നും വേണ്ട, എനിക്ക് ആ സൈഡിലേക്കേ നോക്കണ്ട. മനസ്സിലായി, എന്നെ ഒത്തിരിയും ദ്രോഹിച്ചിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് എന്റെ കുട്ടികളെയും ഞങ്ങളെ ഫാമിലി ഒന്ന് സെറ്റായി, വീട് ഞാൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ അക്കോമഡേഷനിലൊക്കെ താമസിക്കുന്നത്, എനിക്ക് വീട് പോലും ഇല്ല. അപ്പൊ ഒന്ന് സെറ്റിലാക്കി ഒരു ചെറിയൊരു ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു ഓൺലൈൻ ബിസിനസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അപ്പൊ എനിക്ക് ഈ ബിസിനസ് ഒന്ന് പിക്കപ്പ് ചെയ്ത് ഇതിലൊന്ന് സെറ്റിലായി വരണം. പിന്നെ എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞതൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ഈ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കഷ്ടപ്പെട്ട് ജീവിക്കുക അങ്ങനത്തെ ആൾക്കാർക്കാണ് മിക്കവാറും മാനിഫെസ്റ്റേഷൻ ബ്ലോക്ക് വരിക. കാരണം എന്ന് വെച്ചാൽ ആ ഓർമ്മകൾ ഹീൽ ചെയ്യാത്തതുകൊണ്ടൊന്നും അല്ല. എനിക്കും ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. കുറെ കഷ്ടപ്പെട്ടിട്ട് നിന്നതിനെ കൊണ്ട് ഈ പണം വരുന്നത് ഭയങ്കര കഷ്ടപ്പെട്ടാണ് ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പം പണം വരുന്നത്
ഒരു ഫ്ലോ ആണെന്ന് മനസ്സിലാവും. അതിനനുസരിച്ച് ജോലി ചെയ്യാതിരിക്കുക എന്നല്ല ചെയ്യേണ്ടത്, ജോലി ചെയ്യണം. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ കുട്ടിക്കാലത്തുള്ള ട്രോമാസിന് ഹീൽ ചെയ്ത് തരാം. നിങ്ങളെ പാഷൻ എന്താണ്, നിങ്ങളെ സ്കിൽ എന്താണ്. ബേസിക്കലി ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, സേഫ്റ്റി ഓഫീസറാണ്. പിന്നെ പ്രൊഡക്ഷനിൽ, കൺസ്ട്രക്ഷനിൽ, ഡിസൈൻ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, എറണാകുളത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ കോയമ്പത്തൂർ, കുറേ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അന്നേരം ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്താണ് പണത്തിൻ്റെ ഫ്ലോ വരിക. ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങളുടെ എന്താണ്, നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തിലേക്ക് നിങ്ങൾ യാത്ര ചെയ്യണം. ആ സമയത്താണ് നിങ്ങൾക്ക് ട്രൂ ഹാപ്പിനെസ് എന്താണെന്ന് കണ്ടെത്തുക. അവിടെ എന്താ പറ്റുന്നത്? സത്യമായിരിക്കും സാറേ, സത്യമായിരിക്കും. കാരണം ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല സാറേ. ഇത്രയും കഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് എനിക്ക് ഇതിൽ ജോയിൻ ചെയ്യിപ്പിച്ച എന്നെ ഒന്ന് രക്ഷപ്പെടുത്തതായിരുന്നു സാർ. ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങൾ അത് ഹീലിംഗ് അല്ല, എന്നാലും കൂടി ഞാൻ വഴി ഇതാക്കി തരാം. എന്നിലൂടെ ഞാൻ രക്ഷപ്പെടുത്തുന്നില്ല. ഞാനിപ്പോ പലരും ആൾദൈവങ്ങളും ഇതേപോലെ മിസ്റ്റിക്ക്, യോഗി, ഇത് എങ്ങനെല്ലാം പറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിലൂടെ, അതായത് ഞാൻ ചെയ്യുന്നതല്ല, ഞാനിലൂടെ. കാരണം ഞാൻ ചെയ്ത് നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു തന്നെ പിന്നെ ഞാനൊരു ദൈവമായിട്ട് മാറും. അല്ലല്ല, അങ്ങനെയല്ല സാർ. എന്നാലും ഒരു സപ്പോർട്ടിങ്, അങ്ങനെ ഒരു ഗുരുവായിട്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഉപകാരം. എന്റെ കയ്യിൽ നിന്ന് മാക്സിമം സപ്പോർട്ട്. ഇപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് ആയാലും എന്തായാലും സ്റ്റാറ്റസ് ആക്കി വെക്കണേ, സ്റ്റാറ്റസ് ആക്കി വെക്കണം, അതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള മാക്സിമം സപ്പോർട്ടും ഞാൻ ചെയ്തുതരാം. യെസ് സാർ, താങ്ക് യു സാർ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോ, ഒന്ന് പിടിച്ചു നിൽക്കാറാവണം. ഓക്കെ, എന്തായാലും സന്തോഷം. എന്തായാലും ദൈവം അനുഗ്രഹിക്കണം കേട്ടോ. ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ട് സാർ. ഇനി കുറച്ച് പേർക്കും കൂടി അഡ്മിഷൻ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ചെയ്യാം. പിന്നെ ഫ്രീ ക്ലാസ് ഇനി നടന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ചെയ്യുന്ന ഹോപ്പിനോ എന്ന് പറയുന്ന മെഡിറ്റേഷൻ ആണ്. എല്ലാവരും ആ ഹോപ്പിനോ ഇയർഫോൺ വെച്ച് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പോസ്റ്റർ, ഓരോരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ പോസ്റ്റർ ഉണ്ട്, അത് വായിക്കാം. പിന്നെ നമ്മൾ 3 മെഡിറ്റേഷൻ, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ, ഹീലിംഗ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 3 ടൈപ്പ് മെഡിറ്റേഷൻ നൽകിയിട്ടുണ്ട്. അത് ഇൻ കേസ് സ്റ്റാഫ് ഷെയർ ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാലും അത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ആ 3 മെഡിറ്റേഷൻ ചെയ്യാം. പിന്നെ ബൈനറി മ്യൂസിക് നമ്മൾ ഓരോ 3-4 ക്ലാസ്സുകൾക്കും ഓരോരോ ബൈനറി മ്യൂസിക് നൽകിയിട്ടുണ്ട്. അത് ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇയർഫോണോ വെച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. അല്ലാതെ അടുക്കളയിൽ ഈ ബൈനറി മ്യൂസിക് വെച്ചിട്ട് കേൾക്കേണ്ടതല്ല. ഇയർഫോണോ ഹെഡ്ഫോണിൻ്റെ നല്ലത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബഡുള്ള ചെവിടിൽ ബഡുള്ള ഇയർഫോൺ യൂസ് ചെയ്യുക. ബഡില്ലാത്ത യൂസ് ചെയ്ത്, ബഡ് അറിഞ്ഞൂടെ, ഒരു സ്പോഞ്ച് പോലത്തെ, അങ്ങനെയുള്ള യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇരുന്ന് തന്നെ ചെയ്യണം എന്നല്ലേ? നട്ടൽ നിവർത്തിയിട്ട് ഇരുന്ന് ചെയ്യാം. അല്ലാതെ നമ്മൾ ജോലി ചെയ്യുമ്പോഴോ അടുക്കളയിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്താണ്? അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. നമ്മളെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ കേൾക്കാൻ. ഞാൻ പറഞ്ഞ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് അടുക്കളയിൽ ജോലി എന്ന് ചെയ്യുന്നത് അല്ല, ഞാൻ ഇരുന്ന് കേൾക്കണ പോലെയാണോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയല്ല. അന്നേരം നിങ്ങളെ ഫോക്കസ് എല്ലാം തന്നെ മാറും. ചിലപ്പോ കൈ മുറിയ കാര്യങ്ങൾ മാറും. അങ്ങനെ ചെയ്യാം. മൾട്ടിപ്പിൾ പറഞ്ഞോളൂ. മ്യൂട്ടായി. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്തില്ല സാർ, കൈ ഇങ്ങനെ ഫ്രീ ആയിട്ട് വെച്ചാൽ മതി. അത് മുദ്രകൾ അങ്ങനെ എന്തെങ്കിലും വെക്കണം? കുബേര മുദ്ര പിടിക്കുന്ന നല്ലതാണ്. മണി അട്രാക്ട് ചെയ്യുന്ന മാനിഫെസ്റ്റേഷൻ മുദ്രയാണിത്. കുബേര മുദ്ര, കുബേര മുദ്രയുണ്ട്, ആകാശമുദ്രയുണ്ട്. ഇതാണ് നല്ല മുദ്രകളിലൊന്ന്. 2 മുദ്ര, പിന്നെ കുറെ മുദ്രകളുണ്ട് ഓരോന്നിനും കേട്ടോ. ഹലോ, താങ്ക് യു സാർ. ഓക്കെ, എന്തായാലും പറഞ്ഞോളൂ സാറേ. 772 സക്സസ് സ്റ്റോറി അയക്കാൻ പറ്റുമോ? എങ്ങനെയാ? സക്സസ് സ്റ്റോറി 772 അയച്ചാൽ മതി. നിങ്ങൾ സക്സസ് സ്റ്റോറി. പിന്നെ എനിക്ക് സാറിനോട് സംസാരിക്കാനായിട്ട് ആ നമ്പറിൽ തന്നെയാണോ? പേഴ്സണൽ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ ഈ വീക്ക് പേഴ്സണൽ കൺസൾട്ടേഷൻ ബുക്ക്ഡാണ്. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസോ ടെക്സ്റ്റോ അയച്ചോളൂ. ഡീറ്റെയിൽ ആയി സംസാരിക്കണേ മാത്രം പേഴ്സണൽ കൺസൾട്ടേഷൻ എടുത്താൽ അത് ഏകദേശം 1.5 അവർ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതായത് പേഴ്സണൽ കൺസൾട്ടേഷൻ വന്ന് അയച്ചാൽ മതി. എന്തായാലും സന്തോഷം. രാജലക്ഷ്മി മാഡത്തെ കാണാൻ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. താങ്ക് യു സോ മച്ച് മാഡം. എന്തായാലും ലൈവിലും മാഡത്തിന്റെ ക്ലാസ്സുകളിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ദിവസം 3 മണിക്ക് മെഡിറ്റേഷൻ ചെയ്യും 20 years ആയിട്ട്.
മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിന്റെ ആ ഒരു എനർജി മുഖത്ത് കാണുന്നുണ്ട്. ഓക്കെ വളരെ സന്തോഷം മാഡത്തിനെ കാണാൻ പറ്റിയത്. ഓക്കെ ഓക്കെ. ഞാനതാ നോക്കിയേ. അത് എനിക്ക് ഭയങ്കര ഇങ്ങനെ കണ്ട അത്ഭുതമായി സമയത്ത് സാറിനെയും മാഡത്തിനെയും കൂടി ഒരുമിച്ച് കാണാൻ പറ്റിയത് അല്ല കേട്ടിട്ട് ഓക്കെ. ആ സന്തോഷം. കണ്ണുണ്ടായിരുന്നു വീഡിയോ എല്ലാം കണ്ണുണ്ട്. ഞാനത് നോക്കി, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ചെല്ലി കാണാൻ പറ്റിയത് സന്തോഷം. ഓക്കെ. ABC മലയാളത്തിലെ ഞാനുണ്ട് എന്റെ ഇന്റർവ്യൂ ആ, ഉണ്ടായിരുന്നു. ആ മാഡത്തിന്റെ വീഡിയോ എനിക്ക് അമ്മ കാണിച്ചു തന്നിരുന്നു, ഈ പച്ചമഷി പെന്നോട് ചെയ്യുന്നേ. അതെ അതെ, ഞാൻ 10ാം ക്ലാസ് തുടങ്ങി എഴുതുന്നതാ ഓരോ ഓക്കെ കാര്യത്തിനും. എന്റെ എല്ലാം ദൈവത്തിന്റെ കാര്യം നടന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം. അതുപോലെ ഞാൻ മറ്റുള്ളവർക്കും പിന്നെ ഈ ഉപ്പിന്റെ സോൾട്ട് മെക്കാനിക് ഉണ്ട്, സോൾട്ട്, ആ അത് റേക്കിയിലുള്ളത്. അത് ചെയ്തിട്ട് ഇപ്പം ഒരു റിലേഷൻസിനെ മാറി. ആ. പക്ഷെ മൂന്ന് മാസമായിട്ട് മിണ്ടാതെ ഇരുന്ന് ഈ സോൾട്ടിന്റെ മെക്കാനിക് ഇപ്പം മാറി. ഉം. സോൾട്ടില് നമ്മള് പേപ്പർ എഴുതിയിടൂലേ പച്ചമഷി കൊണ്ട്, അതെ അതെ അതെ. സോൾട്ട് ഹീലിംഗ് എനർജി, ടെക്നിക്ക് കൈ കൊണ്ട് ഹീലിംഗ് എനർജിയും കൊടുക്കാം. അത് ചെയ്യാറുണ്ട്. ഞാൻ അതെ റേക്കി അതെ മാസ്റ്റർ, അറിയാം അറിയാം സിക്സ് അറിയാം. മാസ്റ്റർ, ആ ടെക്നിക്ക് അറിയാം. കുറെ ശിഷ്യന്മാരുണ്ട് എനിക്ക്. ഓക്കെ ഓക്കെ. എന്തായാലും സന്തോഷം. എന്തായാലും യൂട്യൂബ് വീഡിയോ എല്ലാം ഇങ്ങനെ അയച്ചു തന്നോളൂ, എന്തായാലും കാണട്ടെ. യൂട്യൂബിലൊക്കെ ഞാൻ കാണാറുണ്ട്. അല്ല, മാഡത്തിന്റെ യൂട്യൂബ് ചാനൽ, ഞാൻ മാഡത്തിന്റെ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, മാഡത്തിന്റെ യൂട്യൂബ് ചാനൽ കണ്ടില്ലായിരുന്നു. അതെ ഉണ്ട്, ഡോക്ടർ രാജലക്ഷ്മി തമ്പാൻ മാഡം, അതാണ് തമ്പാൻ. എന്റെ. ഓക്കെ ഓക്കെ. എല്ലാവരും ഇന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആയിക്കോട്ടെ, ഓക്കെ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും താങ്ക് യു ശുഭരാത്രി. സാർ. താങ്ക് ഓക്കെ ശരി. ഓക്കെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ ഗുഡ് നൈറ്റ്.